ഹലോ നമസ്കാരം ആരാപ്പമാളിയക്കലാണ്. അപ്പം നമുക്ക് ഒരു വീട് വന്നിട്ടുണ്ട് കേട്ടോ, 2 നിലയിലുള്ള വീട്. അതെവിടെ വെച്ചാൽ മലപ്പുറം ജില്ലേൻ്റെയും പാലക്കാട് ജില്ലേൻ്റെയും അതിർത്തിയായ പുലാമന്തോട് നിന്ന് വളാഞ്ചേരിക്ക് പോണ റൂട്ടിൽ പാലൂര് കനാലങ്ങാടി അറിയുന്ന സ്ഥലത്താണ് വീട് നിൽക്കുന്നത്. 1514 സ്ക്വയർ ഫീറ്റിൽ 12 സെൻറ്റ് സ്ഥലമാണ് കേട്ടോ. അപ്പോൾ പാലക്കാട് ജില്ലേൻ്റെയും മലപ്പുറം ജില്ലേൻ്റെയും അതിർത്തിയായ കൊപ്പം, പെരിന്തൽമണ്ണ, പുലാമന്തോട്, വളാഞ്ചേരി ഭാഗങ്ങളിലൊക്കെ വീട് നോക്കുന്നുണ്ടെങ്കിൽ വേഗം വന്നോളൂ, കൊണ്ടുപോയിക്കോളൂ. അപ്പോൾ എന്താ വെച്ചാൽ സൂപ്പർ വീട് തന്നെയാണ്. ഇനി നമുക്ക് വീടിൻ്റെ സൈഡ് ഭാഗം ഒന്ന് കണ്ടോ കേട്ടോ. ഇതാണ് വീടിൻ്റെ ഒരു സൈഡ് ഭാഗം, കണ്ടോളി. പിന്നെ ഇതിൽ തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് വീടിൻ്റെ ഒരു സൈഡ് ഭാഗം. ഫസ്റ്റ് നമ്മൾ കണ്ടത് അതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ. നല്ല മുന്നേ നല്ല രസമുള്ള ഫ്രണ്ടാണ് കണ്ടോ. ഇതാണ് നമ്മളെ ഫ്രണ്ട് ഭാഗം. ഇനി നമ്മൾ നേരെ സിറ്റ് ഔട്ടിലേക്ക് പ്രവേശിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് സിറ്റ് ഔട്ട്. അത്യാവശ്യം ആളുകൾക്കൊക്കെ ഇരിക്കാൻ പറ്റിയൊരു സിറ്റ് ഔട്ടാണ്, കണ്ടോളി. നമ്മൾ നേരെ എന്തായിട്ടാണ് ഹാളിലേക്ക് പ്രവേശിക്കുകയാണ്. ഹാള് നല്ല വലുപ്പമുള്ള ഹാളാണ്. 2 സെക്ഷനായിട്ടാണ് അത് നിൽക്കുന്നത്. ഈ ഫസ്റ്റ് കയറി ചെല്ലുന്ന ഭാഗത്ത് സോഫ, മറ്റേ ഭാഗത്ത് പിന്നെ ഒരു എന്താ പറയുക ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ ഇട്ട്, പിന്നെ മുകളിലേക്ക് പോകാനുള്ള കോണിയും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരിത്. പിന്നെ അതിൻ്റെ ഈ സെക്ഷൻ്റെ ഉള്ളിൽ LED ബൾബും കാര്യങ്ങളൊക്കെ വെച്ച് ഒക്കെ ഉഷാറാക്കിയിട്ടുണ്ട്, കണ്ടോളി നിങ്ങൾ. നല്ല രസമുള്ള ഒരു ഹാളാണ്. അത്യാവശ്യം വലിപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഹാള്. ഇവിടെ TVയും കാര്യങ്ങളും വെക്കാനുള്ള സെറ്റപ്പ്. നീ ഈ ഭാഗത്താണോ നോക്കണേ. ഇവിടെ കണ്ടങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ളൊരു ഡൈനിങ് ടേബിള്, അതുപോലെ തന്നെ സിങ്ക്, ഇത് മുകളിലേക്ക് പോകാനുള്ള കോണിയും കാര്യങ്ങളും. വീടിൻ്റെ ഉള്ളിലൊക്കെ നല്ല വൃത്തിയും കാര്യങ്ങളും കേട്ടോ. നല്ല രസമല്ലേ ഹാളാണ്. കണ്ടോട്ടെ. അതിൻ്റെ ഫസ്റ്റ് കയറി വരുമ്പോൾ തന്നെ സോഫയുടെ ഉള്ള സെറ്റപ്പും കാര്യങ്ങളും. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴത്തെ സെക്ഷനിൽ ഭക്ഷണം കഴിക്കാനൊരിത്, ഒരു സെക്ഷൻ വേറെ കണ്ടോ. നമ്മൾ നേരെ 1ാമത്തെ ബെഡ്റൂമിൽ പോവാണ്. അടിയിൽ 1ാമത്തെ ബെഡ്റൂം കേട്ടോ, കണ്ടോളി. ബെഡ്റൂമൊക്കെ നല്ല വലിപ്പവും കാര്യങ്ങളൊക്കെ ഉള്ള ബെഡ്റൂമാണ് കേട്ടോ. നല്ല വലിപ്പം ഉണ്ടാകും, നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. പിന്നെ അലമാരമാതിരിയുള്ള ഷോക്കേസ് കേട്ടോ. പിന്നെ ഇതിലൊരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് കേട്ടോ. ഷോക്കേസൊക്കെ അടിപൊളിയാണ്. അലമാര തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ മറ്റേ ബെഡ്റൂമിനൊക്കെ. നമ്മൾ നേരെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് പോവാണ്, കണ്ടോ. അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട്. യൂറോപ്യൻ ക്ലോസറ്റാണ്. അപ്പോൾ നമുക്ക് ഹാളിലേക്കാണ് കേട്ടോ നമ്മൾ പോണേ. ഹാള് നമ്മൾ നേരെ ഹാളിൽ നിന്ന് നമ്മൾ നേരെ കിച്ചണിക്കാണ് പോകുന്നത് കേട്ടോ. കണ്ടോ ഇവിടെ എന്താ ഭംഗി. അടിയിൽ തട്ടൊക്കെ ഉണ്ടാക്കിയാണ് നമുക്ക് അരി സാമാനങ്ങളൊക്കെ വെക്കാനും. അതുപോലെ തന്നെ ഈ സാധനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോർ റൂമിൻ്റെ ആവശ്യമില്ല, എല്ലാം ഇതിലൊതുക്കുക. നമുക്ക് നേരെ നേരെ നമ്മളിത് കഴിഞ്ഞാൽ നേരെ വർക്ക് ഏരിയയിലേക്കാട്ടോ പോണേ. ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു വർക്ക് ഏരിയ ഉണ്ട്. ഇതാണ് ചെറിയൊരു വർക്ക് ഏരിയ കേട്ടോ. അത് ചിമ്മിനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ. ഇതാണ് വർക്ക് ഏരിയ. അപ്പോൾ നമ്മൾ നേരെ വർക്ക് ഏരിയയും
വർക്കേരി നേരെ മുകളിലേക്ക് പോവാട്ടോ നമ്മൾ വീടിൻ്റെ മുകളിലേക്ക്. അപ്പോൾ നമ്മൾ വീടിൻ്റെ കിച്ചണിക്ക് വന്ന് കിച്ചണ് നേരെ ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരെ മുകളിലത്തെ ഹാളിലേക്കാട്ടോ കയറി ചെല്ലുന്നത്. നല്ല വലിപ്പമുള്ള ഹാളാണ്. നല്ല വലിപ്പമുണ്ട്, നല്ല വലിപ്പമുണ്ട്. പിന്നെ എന്താണ് പിന്നെ ഇതിൻ്റെ അടിയിൽ ഇവിടെ ഡൈനിങ് ഹാള് ഗ്രാനൈറ്റ് ഇട്ട് വെച്ചേക്കാണ്. പിന്നെ ഇവിടെ അപ്പോൾ നമ്മൾ ഹാളിൽ നിന്ന് ഇതിത്തെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോവുകയാണ് കേട്ടോ, മുകൾ ഭാഗം. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഒന്നാമത്തെ ബെഡ്റൂം കണ്ടോ നിങ്ങൾ, നല്ല വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിലൊരു നെഗറ്റീവായിട്ട് പറയാൻ എന്താ വെച്ചാൽ ഈ ബെഡ്റൂമും എന്താണ് അടിയിൽ പണിയെടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു ബാത്റൂമും തന്നെ ടൈലും കാര്യങ്ങളും ഒട്ടിക്കാനുണ്ട്. പിന്നെ അതുപോലെ ഒരു ക്ലോസറ്റും ഫിറ്റ് ചെയ്യാനുണ്ട്. ഇതും തന്നെ അടിയിൽ ടൈലും കാര്യങ്ങളും ഒട്ടിക്കാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 ബെഡ്റൂം ഒരു ബാത്റൂമും ഇതിൽ പണി പൂർത്തീകരിക്കാനുണ്ട്. അപ്പോൾ ബാക്കി ഹാളും കാര്യങ്ങളൊക്കെ പണിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറഞ്ഞ പൈസ ഞങ്ങൾക്ക് നമുക്ക് ഇനി ഇറക്കേണ്ടി വരികയാണെങ്കിൽ വരുള്ളൂ. ഇനി ഇതിൻ്റെ അടിപ്പണി ഞങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ വിഷയമല്ല. പക്ഷേ ഇപ്പോൾ ആളുകൾ കാണുന്ന ഭാഗം എല്ലാ പണിയും ഇതിൻ്റെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതിന് ഉദ്ദേശിക്കുന്ന പ്രൈസ് എത്ര വെച്ചാൽ 48 ലക്ഷം റുപ്യാണ് കുറയും കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഈ വീട് വേണ്ടവർ എൻ്റെ നമ്പറായ 97 47 37 30 43 വിളിച്ചോളിയും. പാർട്ടിൻ്റെ നമ്പർ ഞാനും തരാം കേട്ടോ. ഒരിക്കലും പറ്റാത്ത കിണറാണ് കേട്ടോ. അപ്പോൾ ഓക്കെ എന്നാൽ പിന്നെ നമ്മളെ ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചാൽ ചെറുതും വലുതുമായ സ്ഥലമായാലും വീടാണെങ്കിലും ഒക്കെ ഇതിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ.